അർഷാദ് ബത്തേരിയുടെ മീനുകളുടെ ആകാശവും പറവകളുടെ ഭൂമിയും എന്ന കഥാസമാഹാരത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്. കഥാകൃത്ത് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ കഥകൾ എഴുതുന്ന സമയത്ത് ഇളകി മറിയുന്ന തോണിയാത്രക്കാരനെ പോലെയാണ്. എത്രമാത്രം തീവ്രമായ അനുഭവമാണത്. അദ്ദേഹം കടന്നു പോകുന്ന കഥകളെല്ലാം വ്യത്യസ്തമായ അനുഭവങ്ങളിലൂടെയാണ് കഥാകൃത്ത് ഓരോ കഥകളും മുന്നോട്ട് വെക്കുന്നത്. അദ്ദേഹം കടന്നു പോവാത്ത, അദ്ദേഹം സ്പർശിക്കാത്ത പ്രമേയങ്ങളില്ല. സമൂഹത്തെ കുറിച്ചാണെങ്കിലും മനുഷ്യബന്ധങ്ങളെ കുറിച്ചാണെങ്കിലും സൗഹൃദങ്ങളെ കുറിച്ചാണെങ്കിലും പ്രകൃതിയെക്കുറിച്ച്, കുടുംബ ബന്ധങ്ങളെ കുറിച്ച് വളരെ സങ്കീർണമായ കഥകളുടെ ഒരു കൂട്ടം സമാഹാരമാണ് ഈ ഒരു പുസ്തകം. കഥാകൃത്തിന്റെ ഓരോ പ്രമേയങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിലും വളരെ സൂക്ഷ്മമായ രാഷ്ട്രീയങ്ങളുള്ള, വ്യക്തിത്വത്തെ കുറിച്ചുള്ള, ഒരു മനുഷ്യന്റെ ആന്തരിക സമ്മർദ്ദങ്ങളെ കുറിച്ചുള്ള എല്ലാ തരം ഭാവനകളും വളരെ ലളിതമായി എല്ലാവർക്കും മനസ്സിലാവുന്ന, വളരെ ലളിതമായ ഒരു ഭാഷയിൽ പറഞ്ഞു പോകുന്ന വ്യത്യസ്ത 8 കഥകളാണ്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഥ, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കഥ മനുഷ്യൻ എന്ന വൈറസ് എന്നുള്ളതാണ്. ആ ഒരു കഥ നമുക്ക്, വൈറസ് ഒക്കെ നമുക്ക് പരിചയമാകുന്നത് ഈ ഒരു കോവിഡ് സാഹചര്യത്തിലൊക്കെ കൂടുതൽ കേട്ട ഒരു വാക്കാണ്. ഒരു മനുഷ്യനിൽ എത്ര വൈറസ് ഉണ്ട്, എപ്പോഴാണ് ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന് ബുദ്ധിമുട്ടാവുന്നത്? ഈ ഒരു കഥ വളരെ സൗഹൃദത്തെ കുറിച്ചുള്ള വളരെ ആഴമേറിയ ചിന്തകൾ കൈമാറുന്ന ഒരു കഥയാണ്. ഈ കഥയിൽ പറഞ്ഞു വെക്കുന്നത്, ഈ കഥയിലുള്ള ഒരു വാക്ക് ഇങ്ങനെയാണ്: സുഹൃത്ത് എന്ന് പറഞ്ഞാൽ എപ്പോഴും കൂടെ നടക്കുന്ന അല്ലെങ്കിൽ കൂടെ സഞ്ചരിക്കുന്ന ശത്രു എന്നേ അർത്ഥമുള്ളൂ. ഈ ഒരു വൺലൈനിൽ തന്നെ ഈ കഥയുടെ എല്ലാ കാര്യങ്ങളും കഥാകൃത്ത് വളരെ മികച്ച രീതിയിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കഥയുടെ ഒരു പ്രത്യേകത ഇത് തന്നെയാണ്. എല്ലാ കഥകൾ എടുത്തു നോക്കുകയാണെങ്കിലും അദ്ദേഹത്തിന്റെ കഥകളുടെ എല്ലാ സവിശേഷതകൾ എടുത്തു നോക്കുകയാണെങ്കിലും നമുക്ക് മനസ്സിലാകുന്നത് മനുഷ്യന്റെ വൈകാരികമായ അനുഭവങ്ങളെ, സൗഹൃദങ്ങളിലെ ബന്ധങ്ങളെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളെയും കുറിച്ചുള്ള ഒരു തുറന്നെഴുത്താണ്. വളരെ ലളിതമായ ഭാഷയിൽ വളരെ സങ്കീർണമായ കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്ന കഥകളാണ് ഇവയൊക്കെ. വേറൊരു കഥയുള്ളത്, ഈ ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന, ഈ ഒരു സോഷ്യൽ മീഡിയ കാലത്ത് നമുക്ക് കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കഥയാണ് കുതിരക്കാലുകൾ. ഇത് ഒരു ഇതേപോലെ ഒരു സമൂഹത്തെ കുറിച്ച് അല്ലെങ്കിൽ വ്യക്തിബന്ധങ്ങളെ കുറിച്ചുള്ള വളരെ ലളിതമായ ഒരു അച്ഛനും മകനും തമ്മിലുള്ള ഒരു കഥയാണ്. ഇപ്പോൾ ഈ കഥയിൽ ഇവർക്ക് രണ്ടുപേർക്കും കോമൺ ആയിട്ടുള്ള ഒരു സുഹൃത്തിനോടുള്ള ചാറ്റിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ കഥയുടെ കഥാതന്തു ഇതാണ്: ഇവർക്ക് രണ്ടുപേർക്കും കോമൺ ആയിട്ടുള്ള ഒരു സുഹൃത്ത്, അവർക്ക് ഇവരിൽ ആരെയാണ് കൂടുതൽ ഇഷ്ടം? അല്ലെ, കൽപ്പറ്റ നാരായണന്റെ ഒരു കവിതയിലേറ്റ വായിച്ചതുപോലെയുണ്ട്, അതിനത് തീരുന്നില്ലല്ലോ, നമ്മോടുള്ള നമ്മുടെ ഇഷ്ടം. അല്ലെ, ഈ ഒരു കഥയും പറഞ്ഞു വെക്കുന്നത് അതാണ്. പിന്നെ അർഷാദ് ബത്തേരിയുടെ കഥകൾ വളരെ പരിസ്ഥിതിയോട് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്ന കഥകളാണ്. വേറൊരു വ്യക്തിബന്ധങ്ങളെ കുറിച്ചുള്ള വേറൊരു കഥ ജാരൻ എന്നുള്ളൊരു കഥയാണ്. ആ ഒരു കഥ മുന്നോട്ട് വെക്കുന്ന ആശയം, സംശയരോഗിയായിട്ടുള്ള ഒരു ഭർത്താവ് തന്റെ ഭാര്യയെ സംശയിക്കുന്ന ബന്ധങ്ങളെ കുറിച്ചുള്ള ഒരു കഥയാണ്. ഇതേപോലെ നിരന്തരം നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ ലളിതമായിട്ട് നമുക്ക് എല്ലാവർക്കും വായിച്ചെടുക്കാൻ പറ്റുന്ന രസകരമായ കഥകളാണ് ഈ ഒരു 8 കഥകളിൽ ഉടനീളമുള്ളത്. പിന്നെ എനിക്ക് ഏറ്റവും വ്യക്തിപരമായി ഇഷ്ടപ്പെട്ട ഒരു കഥ മീനുകളുടെ ആകാശവും പറവകളുടെ ഭൂമിയും എന്നുള്ള ഒരു കഥ തന്നെയാണ്. ഈ ഒരു പുസ്തകത്തിന്റെ പേരും ഈ ഒരു കഥ കൊണ്ട് തന്നെയാണ്. ഇതില് മനുഷ്യൻ പ്രകൃതിയുമായി ഇണങ്ങി നിൽക്കുന്ന ഒരു മനുഷ്യനും പ്രകൃതി എന്നുള്ളത് മറ്റൊന്നല്ല, മനുഷ്യനുമായി എല്ലാ കാലത്തും ചേർന്ന് നിൽക്കുന്ന ഒന്നാണ് എന്നാണ് കഥാകൃത്ത് പറയുന്നത്. ഇതില് 2 കഥാപാത്രങ്ങളുണ്ട്, ഉത്തമനും പിന്നെ ജാൻട്രിയും. ഒരാൾ ഏറ്റവും ഉന്നത കുലനായ ഒരു സമ്പന്ന കുടുംബത്തിലുള്ളതും മറ്റൊരു കുട്ടി വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിലുള്ളവരാണ്. ഇവർ പരസ്പരം സൗഹൃദങ്ങൾ പങ്കുവെക്കുന്നത്, ഇവർ രണ്ടുപേരും തമ്മിൽ പ്രകൃതിയിലേക്ക് നടന്നു നീങ്ങുന്ന അല്ലെങ്കിൽ പ്രകൃതിയെ തിരിച്ചറിയുന്ന, ഇപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥകളിലൊക്കെ നമ്മൾ കാണുന്നത് പോലെ ഭൂമിയുടെ അവകാശങ്ങളിലൊക്കെ ബഷീർ പറഞ്ഞു വെച്ചൊരു കൺസെപ്റ്റ് ഉണ്ട്. പ്രകൃതി എന്നുള്ളത് വളരെ മറ്റൊന്നല്ല, നമ്മളിലുള്ള പ്രകൃതി എന്ന് പറയുന്നത് ഡീപ് എക്കോളജിയുടെ ഒക്കെ ഒരു
കൺസെപ്റ്റ് വെച്ച് നോക്കുമ്പോൾ പ്രകൃതി മനുഷ്യന്റെ ഉള്ളിലുള്ള ഒരു കാര്യമാണ്. അപ്പോ അത്തരം ഒരു സന്ദർഭമാണ് ഈ ഒരു, അവർ ഒരുപാട് പേരെ സ്വതന്ത്രമാക്കുന്നുണ്ട്. വീട്ടിലുള്ള പക്ഷികളെ അവർ കൂട് തുറന്നു വിടുന്നുണ്ട്. അവസാനം അവരുടെ ഒരു ടാർഗറ്റ് ഉള്ളത്, അവരുടെ ഒരു ലക്ഷ്യമാക്കുന്നത് കെട്ടിക്കിടക്കുന്ന മീനുകളെ അവർക്ക് പുഴയിൽ കൊണ്ടുപോയി ഒടുക്കണം. ഈ ഒരു ഭാഗത്ത് നമുക്ക് വായിക്കുന്ന സമയത്ത് വളരെ ആകാംക്ഷയും വളരെ ഒരു കുട്ടിത്തം നിറഞ്ഞ നിഷ്കളങ്കമായ ഒരു രണ്ട് സുഹൃത്തുക്കളുടെ സംഭാഷണങ്ങളെല്ലാം ഇതിന്റെ ഇടയിൽ വരുന്നുണ്ട്. അവര് വീട്ടിൽ നിന്ന് പുറത്ത് കടക്കാനുള്ള എല്ലാ കാര്യങ്ങളും എല്ലാം ഒരു വളരെ സുന്ദരമായുള്ള ഒരു അവതരണം നമുക്കിതിൽ കാണാം. അവസാനം ഇവര് രണ്ടുപേരും എത്തിച്ചേരുമ്പോൾ ഇവർ കാണുന്ന സന്ദർഭം പുഴ ഇങ്ങനെ മരിച്ചു കിടക്കുന്നതാണ്. ഇവര് വളരെ നിഷ്കളങ്കമായ ഭാഷയിൽ ചോദിക്കുന്നുണ്ട്, പുഴകളെ പുഴകളെ നിങ്ങൾ എവിടെയാണ്?